മലയാള സിനിമ കഴിഞ്ഞ 10 വർഷത്തിനിടെ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷിയായി. ചെറിയ ബജറ്റിലെത്തിയ സിനിമകൾ പോലും ദേശീയവും അന്തർദേശീയവുമായ ശ്രദ്ധ നേടി. മികച്ച കഥകളും കഥാപാത്രങ്ങളും കൊണ്ട് മലയാള സിനിമയുടെ നിലവാരം ലോകത്തിനു മുന്നിൽ എത്തിച്ച ഒരു കാലഘട്ടമായിരുന്നു ഇത്. ഇന്ന് നോക്കാം 2016 മുതൽ 2026 വരെയുള്ള കാലയളവിൽ മലയാളത്തിലെ മികച്ച 10 സിനിമകൾ ഏതൊക്കെയാണ്. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയുടെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും പ്രസ് ചെയ്തെന്ന് കരുതുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പത്താം സ്ഥാനത്തുള്ളത് 2019 റിലീസ് ചെയ്ത വൈറസ് എന്ന ചിത്രമാണ്. ആഷിഖ് അബു സംവിധാനം ചെയ്ത വൈറസ് യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ശക്തമായ ചിത്രമാണ്. ഒരു പ്രതിസന്ധിയെ കേരളം എങ്ങനെ നേരിട്ടു എന്നത് വളരെ യാഥാർത്ഥ്യത്തോടെ അവതരിപ്പിച്ച ഈ സിനിമ മികച്ച പ്രതികരണവും നേടി. 9ാം സ്ഥാനത്ത് അയ്യപ്പനും കോശിയും 2020 റിലീസ് ചെയ്തത്. സച്ചി സംവിധാനം ചെയ്ത അയ്യപ്പനും കോശിയും രണ്ട് ശക്തമായ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഈഗോ പോരാട്ടത്തിന്റെ കഥയാണ്. ബിജു മേനോന്റെയും പൃഥ്വിരാജിന്റെയും പ്രകടനം ചിത്രത്തിന്റെ വലിയ ശക്തിയായി. 8ാം സ്ഥാനത്ത് ആവേശം 2024 ചിത്രം റിലീസ് ചെയ്തത്. ഫഹദ് ഫാസിലിന്റെ വ്യത്യസ്തമായ കഥാപാത്രവും രസകരമായ അവതരണവും കൊണ്ട് ആവേശം വലിയ ഹിറ്റായി മാറി. മാസും കോമഡിയും മികച്ച രീതിയിൽ ചേർത്ത ഒരു എന്റർടൈനർ. 7ാം സ്ഥാനത്ത് ജോജി 2021 ചിത്രം റിലീസ് ചെയ്തത്. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത ജോജി ഒരു ക്രൈം ഡ്രാമയാണ്. ശക്തമായ തിരക്കഥയും ഫഹദ് ഫാസിലിന്റെ മികച്ച പ്രകടനവും കൊണ്ട് ഈ ചിത്രം ശ്രദ്ധ നേടി. 6ാം സ്ഥാനത്ത് ജല്ലിക്കെട്ട് 2019 ചിത്രം റിലീസ് ചെയ്തത്. ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ജല്ലിക്കെട്ട് വ്യത്യസ്തമായ മേക്കിങ്ങിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ സിനിമയാണ്. സിനിമയുടെ അവതരണ ശൈലി ഏറെ പ്രശംസിക്കപ്പെട്ടു. 5ാം സ്ഥാനത്ത് പ്രേമലു 2024 ചിത്രം റിലീസ് ചെയ്തത്. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത പ്രേമലു യുവതലമുറയുടെ പ്രിയപ്പെട്ട ചിത്രമായി മാറി. ലളിതമായ പ്രണയകഥയും മികച്ച ഹ്യൂമറും വലിയ വിജയത്തിന് കാരണമായി. 4ാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സ് 2024 ചിത്രം റിലീസ് ചെയ്തത്. ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ്. വലിയ ബോക്സ് ഓഫീസ് വിജയമായി മാറിയ ഈ ചിത്രം മലയാള സിനിമയുടെ ശക്തി വീണ്ടും തെളിയിച്ചു. 3ാം സ്ഥാനത്ത് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും 2017 ചിത്രം റിലീസ് ചെയ്തത്. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സ്വാഭാവിക അഭിനയത്തിന്റെയും റിയലിസ്റ്റിക് സിനിമയുടെയും മികച്ച ഉദാഹരണമാണ്. ഫഹദ് ഫാസിലും സുരാജ് വെഞ്ഞാറമൂടും മികച്ച പ്രകടനം നടത്തി. 2ാം സ്ഥാനത്ത് കുമ്പളങ്ങി നൈറ്റ്സ് 2019 ചിത്രം റിലീസ് ചെയ്തത്. മധുശ്രീ നാരായണൻ സംവിധാനം ചെയ്ത കുമ്പളങ്ങി നൈറ്റ്സ് കുടുംബ ബന്ധങ്ങളും മനുഷ്യവികാരങ്ങളും മനോഹരമായി അവതരിപ്പിച്ച ചിത്രമാണ്. മലയാള സിനിമയിലെ ഒരു ക്ലാസിക് ചിത്രമായി ഇത് മാറുകയും ചെയ്തു. അടുത്തതായി 1ാം സ്ഥാനം ഏത് ചിത്രത്തിനായിരിക്കും എന്നുള്ളതാണ്. അത് മമ്മൂട്ടിയുടെ ഒരു ചിത്രമാണ്. നൻപകൽ നേരത്ത് മയക്കം, കാതൽ ദിക്കോർ, ഭ്രമയുഗം. അങ്ങനെ 1ാം സ്ഥാനത്ത് ഈ ചിത്രങ്ങളിൽ ഏതായിരിക്കും എത്തുക? പ്രേക്ഷകരായ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. 1ാം സ്ഥാനം 2016 മുതൽ 2026 വരെ റിലീസ് ചെയ്തതിൽ ഏത് ചിത്രത്തിന് കൊടുക്കാം? എൻ്റെ അഭിപ്രായത്തിൽ മമ്മൂട്ടിയുടെ ഈ 3 ചിത്രങ്ങളിൽ ഒന്നാണ് 1ാം സ്ഥാനത്തിന് അർഹത. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു.